വെൽക്കം. കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ എന്റെ ഈ ബിസിനസ് എന്നല്ല, ഈ ഒരു ഇതിലേക്ക് എന്നെ എത്തിച്ചത് ദൈവം. അതിന്റെ ഒപ്പം തന്നെ എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്നത് എന്റെ ഗ്രേറ്റ് STC ലീഡറായ മാത്യു സാറും അതുപോലെ STC ലീഡറായ എൽദോ സാറുമാണ്. അവർക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം ഇതിലേക്ക് ഞങ്ങളെ എത്തിച്ചത് അവർ രണ്ടുപേരും കൂടിയാണ്. അതിന്റെ ഒപ്പം തന്നെ എന്ത് സപ്പോർട്ടിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ RTC ലീഡേഴ്സായ സുമാ മാഡം, സന്ധ്യ മാഡം, അതുപോലെ തന്നെ ജിനേഷ് സാറ്. എവിടെയാണോ നമുക്കൊരു ഇതെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ വിജയത്തിൽ എത്തുമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ ജിനേഷ് സാറ്, അതുപോലെ തന്നെ സജിനി മാഡം. എന്ത് ആവശ്യം 12 മണിക്ക് വിളിച്ചാലും സജിനി മാഡം ഓൺലൈനിലുണ്ട്. നമുക്ക് എന്ത് ആവശ്യത്തിനും, നമുക്ക് എന്ത് കാര്യത്തിനായാലും ഉള്ള നമ്മുടെ NTC ലീഡറായ സജിനി മാഡം, എല്ലാ ലീഡേഴ്സിനും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ ഞാൻ ഇതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ആയിട്ട് തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കണമെന്നോ എന്നുള്ളൊരു ഇതിൽ വന്നതൊന്നല്ല. എന്റെ മോൾക്ക് കിട്ടിയൊരു റിസൾട്ട്, അതായത് അവൾക്ക് എന്നും ഈ പറഞ്ഞ പോലെ ഒരു തണുത്ത വെള്ളം കുടിക്കണ്ട, ചെറിയൊരു തണുത്ത കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൊണ്ടവേദന, പനി, അത് ആന്റിബയോട്ടിക് കുത്തിയ ശേഷം മാത്രം വളം നെട്ടിഞ്ചാല് ഹോസ്പിറ്റലിൽ N7 എന്നുള്ള റൂം ഞങ്ങൾക്ക് മാത്രമായിട്ട് തരാമെന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞൊരു അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് കവചപ്രാശം എന്നൊരു പ്രൊഡക്റ്റ് ഞങ്ങളിലേക്ക് വന്നത്. പക്ഷെ ആദ്യമൊന്നും ഞാനിത് ഉപയോഗിക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം ആന്റിബയോട്ടിക് 8 ദിവസം കുത്തിയിട്ടും മാറാത്തൊരു കുട്ടിക്ക് ഒരു കവചപ്രാശം കൊടുത്ത് മാറുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. എന്റെ ഒരു തോന്നലായിരുന്നു. പക്ഷെ എന്തോ ഒരു നമ്മുടെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ കവചപ്രാശം കൊടുക്കാൻ തയ്യാറായി. അതിന്റെ കൂടെ കഫ്നയിലും കൂടി കൊടുത്തു. അതിൽ നിന്ന് നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറഞ്ഞു തരാൻ പറ്റാത്തൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ആ കവചപ്രാശം എന്നൊരു പ്രൊഡക്റ്റ് മാത്രമാണ്. കാരണം കുറെ നാളുകൾ അവൾ ഹോസ്പിറ്റലിൽ, ഇപ്പോഴും ഒരു ഹോസ്പിറ്റൽ കേസ് എന്റെ മോൾക്ക് ഉണ്ടായിട്ടില്ല, കുറെ നാളുകളായി. അപ്പൊ ഈ അടുത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ആൾക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. കാരണം ആദ്യമൊക്കെ എന്നും കൗണ്ട് കൂടുതൽ, കാൽസ്യം കുറവ്, വൈറ്റമിൻ കുറവ്, സോഡിയത്തിന്റെ പ്രശ്നം, എല്ലാം പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ ആ ബ്ലഡിന്റെ ഉള്ളിലെ ഡോക്ടർമാർ എന്നോട് നേരിട്ട് ചോദിച്ച സംഭവമാണ്, ഈ കൊച്ചിന്റെ ശരീരത്തിൽ ഒരു ബ്ലഡിനും ഒരു പ്രശ്നമില്ലല്ലോ എന്ന്. കാരണം എന്റെ മോള് കണ്ടിന്യൂസ് ന്യൂട്രിലൈഫ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ന്യൂട്രിലൈഫും കവചപ്രാശവും കഫിനിലും പേരും എന്റെ മോൾ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് അവളുടെ ബ്ലഡിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ മാറ്റം വന്നു കഴിഞ്ഞപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും ഒരുമിച്ച് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതാണ്. ബിസിനസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടല്ല, നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് പറയാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് റിസൾട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഷുഗർ ആയിരുന്നു. ഷുഗർ 28 വയസ്സിൽ ഷുഗർ തുടങ്ങിയതാണ്. എന്നും ഷുഗർ, കാലായിരുന്നു വേദന, കാല് കണ്ടിന്യൂസ് വേദനയായിരുന്നു. പക്ഷെ നമ്മൾ ഡയാബ ലൈഫ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ്, ഡയാബ ലൈഫും ലിവാഗെയിനും ബെൽഹാർട്ടും, ഇത് മൂന്നുമാണ് ആള് കഴിച്ചത്. ഇമ്മ്യൂണും കൂടി കഴിച്ചിരുന്നു. അതുപോലെ തന്നെ സ്പൈറുലില്ല, ഇതും കൂടി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആൾക്ക് ഷുഗർ എന്നൊരു സംഭവം ശരിക്കും ശരീരത്തിൽ നിന്ന് പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് തന്നെ. വേദന പൂർണ്ണമായിട്ട് മാറി. വേദന, അതുപോലെ എപ്പോഴും ക്ഷീണമായിരുന്നു. ആള് പമ്പയിലെ മാനേജറാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ തൊട്ട് ആൾക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ച് നമ്മുടെ ഡയാബ ലൈഫ് എന്നൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് മാത്രമാണ്. അതുപോലെ തന്നെ ആൾക്കൊരു 11 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയും കാലൊക്കെ വിറക്കായിരുന്നു. പക്ഷെ ഡെയിലി 2 നേരം ആള് സ്പൈറലിനെ കഴിച്ച് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം 1.5 അല്ല 2.5 അല്ല 3.5 അല്ല എത്ര മണി വരെ ഇരിക്കണേനും ഹസ്ബൻഡിന് ഇപ്പൊ ഒരു പ്രശ്നമില്ല. കാരണം അത്ര ആള് തന്നെ ചിലപ്പോ ചിലരോട് പറയും, അതെ പോകുമ്പോ സ്പൈറലിനെ 2 കഴിച്ചിട്ട് പോയാൽ മതി, ഒരു ക്ഷീണം ഉണ്ടാവില്ല എന്ന് ഹസ്ബൻഡ് തന്നെ പറയും. അത് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും. അതുപോലെ തന്നെ മോൾക്ക് യൂറിനിലെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോളൂ, ഇതാണ് യൂറി ഫ്ലഷ്. നമ്മള് യൂറിനിൽ പ്രശ്നം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്റെ മോള് വയറുവേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ആദ്യം തന്നെ എടുത്ത് യൂറി ഫ്ലഷ് കഴിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവള് പറഞ്ഞത് എനിക്കിത് കഴിച്ചു കഴിയുമ്പോൾ വേദന ഉണ്ട്. എന്റെ മോൾക്ക് 7 വയസ്സുള്ളൂ, പക്ഷെ ആള് തന്നെ അതെടുത്ത് കഴിക്കും. അതുപോലെ എന്റെ മക്കള് 2 പേരും നോവേദന ജെല്ലും റോളോണും വൂണ്ട് ഹീലിങ്ങും സ്കൂളിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. കാരണം അവര് പറഞ്ഞത് സ്കൂളിൽ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതാക്കി ഞങ്ങൾക്ക് കൊടുക്കാലോ, എന്റെ അമ്മ ഇത് ചെയ്യണേന്ന് പറയാലോ. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആരും എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യണ്ടോന്ന് ചോദിച്ചപ്പോ വർക്ക് ചെയ്യണമെന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വർക്കൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോ എടുത്ത് വായിക്കാൻ എന്റെ മോള് പറഞ്ഞു എന്റെ അമ്മ എലമെന്റ്സിൽ വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത്രയും പറയാനുള്ള ഒരു ഇത് എന്റെ മോൾക്ക് ഉണ്ടായത് ഞാൻ ഇത് ചെയ്യുന്നതും ഈ മീറ്റിംഗിൽ കയറുമ്പോഴൊക്കെ എന്റെ മോള് കൂടെ വന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എന്റെ മോള് പറഞ്ഞു എന്റെ അമ്മ ബിസിനസ് ചെയ്യുന്ന ആളാണ്, എന്റെ അമ്മ എലമെന്റ്സിൽ സാധനങ്ങൾ കൊടുക്കണ്ടെന്നാണ് എന്റെ മോള് പറഞ്ഞത്. അപ്പൊ അതെനിക്ക് നല്ല പ്രൗഡായിട്ട് തോന്നുന്നു. അന്ന് മുതൽ ഞാൻ ആര് ചോദിച്ചാലും ഹൗസ് വൈഫാന്ന് പറയാറില്ല, ഞാൻ ഇത് ചെയ്യാറുണ്ടെന്നും മോളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോഴും എന്റെ
ഇതെന്താന്ന് ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തതാണ്. അത് കാരണം അത്രയും പ്രൗഡായി എനിക്ക് എന്റെ മോള് പറഞ്ഞിട്ടപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഇത് കൊടുത്ത് ഒരുപാട് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് മുടി മുഴുവനും കൊഴിഞ്ഞു പോയൊരു ആള്. അപ്പൊ ആൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ചേച്ചി. അങ്ങനെ അത് പറയുകയും ഭൃംഗരാജയും അമലയും അതുപോലെ നമ്മുടെ ചാമ്പിയും കൂടി മിക്സ് ചെയ്ത് ആൾ ഒരു മാസം പറ്റിപ്പേക്കും ആൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും മുടി ആ കൊഴിച്ചിലേ മാറി. അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടി. ഒരു എന്താ പറയാ, അത് ഞങ്ങൾ വീട്ടിൽ തന്നെ മോളി പറഞ്ഞാൽ ഗേറ്റുമേന്ന് വീണ് കഴിഞ്ഞപ്പോ 3 സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ടായിരുന്നു, 3 സ്റ്റിച്ച്. പക്ഷെ എന്നോട് കുറെ പേര് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ സത്യമായുള്ള കേസാണ് പറയണത്, ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയില്ല. ഞാൻ വൂണ്ട് ഹീലിംഗ് മാത്രം പെരട്ടി അവക്ക് ആ മുറിവെന്നുള്ള സംഭവം അവിടെ നിന്ന് തന്നെ പോയി. ഞാൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ഇടാൻ കൊണ്ടുപോയി ഒന്നിനും കൊണ്ടുപോയാണ്ട് വൂണ്ട് ഹീലിംഗ് മാത്രം പെരട്ടി. അതുപോലെ തന്നെ വീണുണ്ടായ ഒരു പാട്, അതും ഇതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. മൂക്കിന്റെ താഴെ വലിയൊരു മുറിവുണ്ടായി, അതിന് വൂണ്ട് ഹീലിംഗ് എന്നുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങൾ പറ്റിയത്. അതുപോലെ ആശ്വാസ് കൊടുത്ത 3 പേർക്ക് ഇൻഹേലർ, അതായത് അവർ വർഷങ്ങളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നവരായിരുന്നു. അവർക്ക് ആശ്വാസ് എന്നൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർ ആ ഇൻഹേലർ പൂർണ്ണമായിട്ടും കയ്യിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡ് പറയും, അവരത് മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണെന്ന് പറയും. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റിലും ഞങ്ങൾക്ക് ഒരു നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്ക് പറഞ്ഞാൽ ആ കുട്ടിക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഛർദിയും ഭയങ്കര വയറുവേദനയും കാര്യങ്ങളും ആയിരുന്നു. നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ വുമൺ കമ്പാനിയനും കൊടുത്ത് 1 മാസം ആ കുട്ടി ഉപയോഗിച്ചുള്ളൂ. പിറ്റത്തെ മാസം ആ കുട്ടിക്ക് ഒരു പ്രശ്നം, ഒരു വോമിറ്റിങ്ങോ ഒരു വേദനയോ, അതായത് ആ കുട്ടി പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ 2-3 ദിവസം അത് കോളേജിൽ പോകാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആ പിറ്റത്തെ മാസം ആ കൊച്ച് പീരിയഡ്സ് ആയിട്ട് ആ കൊച്ച് ഭംഗിയായിട്ട് ആ കൊച്ച് കോളേജിലും പോയി. അതുപോലെ തന്നെ PCODക്ക് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ സൈക്ലോവയും ഇമ്മ്യൂണയും ലുവാഗയുടെ ക്യാപ്സൂളും അതുപോലെ വുമൺ കമ്പാനിയും ഒരു പെൺകൊച്ചിന് ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അത് റിസൾട്ട് കിട്ടിയത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അത് കഴിയുമ്പോ തന്നെ അതേ ചേച്ചി എന്റെ ഇത് തീരാറായിട്ടോ, അത് കാരണം എനിക്കിത് എത്തിച്ച് തരണോട്ടോ എന്ന് വിളിച്ചു പറയണ്ട. അപ്പൊ ആ കുട്ടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഞങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനും റിസൾട്ടുകൾ കിട്ടി. കാരണം എന്റെ വീട്ടില് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇത് വേണ്ടാന്നുള്ള രീതി പറഞ്ഞിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. ശ്രദ്ധിക്കണേ, മ്യൂട്ട് ഓണായി വരുന്നുണ്ട്, മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ്, കാരണം എന്റെ അമ്മയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പൈൽസിന്റെ പ്രശ്നങ്ങളും അങ്ങനത്തെ അതുപോലെ തന്നെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം പൈൽസിന്റെ ക്രീമും പൈൽസിന്റെ ക്യാപ്സൂളും അതുപോലെ നമ്മുടെ ഫുൾ ആൻഡ് ഈസി ഉപയോഗിച്ച് ആൾക്ക് നല്ല റിസൾട്ടും ആളുടെ ഫ്രണ്ടിനോട് പറയുകയൊക്കെ ചെയ്തു. അതുപോലെ ഹസ്ബൻഡിന്റെ വീട്ടിലായാലും ഒരു ഇതുപോലെയായിരുന്നു, അവർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഹസ്ബൻഡിന്റെ അമ്മ 2000-3000 രൂപയുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ കൊടുക്കുകയും അതുമൂലം 2-3 പേര് വീട്ടിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പ്രൊഡക്റ്റ് മേടിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ മാറിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടുകാരൊപ്പം മാറി അതിനോടൊപ്പം നടക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പെൺകൊച്ചിന് മുഖത്തിടാനുള്ള ഫേസ് ക്രീമും അതുപോലെ ആ കൊച്ചിന് താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം ആ കൊച്ചി പറഞ്ഞു നല്ല മാറ്റമുണ്ട്, എനിക്ക് തലയ്ക്ക് നല്ല ചൊറിച്ചിലും കാര്യങ്ങളായിരുന്നു, അതൊക്കെ മാറി. അതുപോലെ മുഖത്ത് ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ മാറി. അവർ വന്ന് പിന്നെയും പ്രൊഡക്റ്റ് മേടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് ഇതിൽ വന്നതിന് ശേഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പുറത്തിറങ്ങാത്ത ആളോ സംസാരിക്കാത്ത ആളോ ആയിരുന്നു. ഇന്ന് ഞാൻ നല്ലോണം സംസാരിക്കുകയും അതുപോലെ കൂടുതലും പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനും അങ്ങനെയൊക്കെ പറയാനൊക്കെ പഠിച്ച് ഇതിൽ വന്നാണ്. നല്ലൊരു കൂട്ടായ്മയിൽ വന്നപ്പോഴാണ് ഞാൻ ആകെ മാറി. ചിരിക്കാൻ പഠിച്ചത് ഞാൻ ഇതിൽ വന്നതിന് ശേഷമാണ്. ചിരി എന്താണെന്ന് പഠിച്ചത് ഞാൻ ഇതിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഒരു ഹൈദരാബാദ് ട്രിപ്പ് ആദ്യമായിട്ട് എന്റെ ഹസ്ബൻഡിലൂടെ ഫ്ലൈറ്റിൽ കയറി പോയി. അൻസാർ പറയണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ വന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡ്, ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്ത് പോയത് തായ്ലൻഡ് ട്രിപ്പ് പോയത് ഇതിലാണ്.
ഇനി ഉറപ്പായിട്ടും അടുത്തൊരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ ഹസ്ബൻഡും ഉറപ്പായിട്ടുണ്ടാവും. മലേഷ്യ ട്രിപ്പ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മലേഷ്യ ട്രിപ്പ് പോകാൻ പറ്റാണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ജിനേഷ് സാറ് പറഞ്ഞ പോലെ എന്ത് ട്രിപ്പ് ഉണ്ടെങ്കിലും പിടിക്കണം എന്ന് ഞങ്ങളുടെ സാറ് പറയും. പക്ഷെ ഇനി ഒരു അടുത്തൊരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ ഹസ്ബൻഡും അതിൽ എന്തായാലും ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതിൽ വന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങളുടെ അപ്പിയറൻസ് മാറി, ഞങ്ങൾ സംസാരിക്കുന്ന രീതികൾ മാറി, ഞങ്ങൾ പ്രൊഡക്റ്റുകൾ പറയാൻ പഠിച്ചു. ഒരുപാട് പുതിയത് തന്നെ അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് വരുമ്പോ പുതിയത് തന്നെ ഒരാൾക്കാണ്, ഫസ്റ്റ് തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഫസ്റ്റ് വരുമ്പോ ഇതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങൾ ലാടനാണോ വൈദ്യനാണോ എന്നൊക്കെ ചോദിക്കും. പിന്നീട് അത് മാറും. കാരണം ഞങ്ങളോട് ഇത് ചോദിച്ച ഒരാള് ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ കൊളസ്ട്രോളിനുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ വണ്ണം കുറയാനുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആ പ്രൊഡക്റ്റ് എത്തിച്ചു. അതുപോലെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഇതിനെതിരായിരുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് ചോദിച്ചു കൊടുത്തു. അവർക്ക് 95 വേണമെന്ന് പറഞ്ഞു. അവരിപ്പോ 95 മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളോട് എതിർത്ത ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ഈ പ്രൊഡക്റ്റ് തരാമോ എന്ന് ചോദിച്ചു. ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരൻ എന്ത് കൊടുത്താലും ഇതൊക്കെ പറ്റിപ്പാന്ന് പറഞ്ഞിരുന്ന ആള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ റോളോണും അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളും MI ഹോമിന്റെ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ചാമ്പി കവചപ്രാശം എന്ന പ്രൊഡക്റ്റുകളൊക്കെ വിളിച്ച് ചോദിച്ച് ഞങ്ങളോട് ചോദിച്ചു. അത് ഞങ്ങൾ കൊണ്ടുകൊടുത്തു. അപ്പൊ ഇങ്ങോട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് കേൾക്കാണ്ടിരുന്ന ആൾക്കാര് പതിയെ എന്താണെന്നും, അതായത് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇതിനായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ചോദിക്കുകയും ഞങ്ങൾ പ്രൊഡക്റ്റുകൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയത് വന്ന ഒരു ആൾക്കാർക്ക് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ BOP തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് നമ്മൾ റിച്ച് ഡാഡിൽ നിന്ന് പുവർ ഡാഡിൽ നിന്ന് റിച്ച് ഡാഡിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ മൈൻഡിൽ തന്നെ നിന്ന് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. നമ്മുടെ ലീഡർമാർ നമുക്ക് വഴി തെളിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ, അതായത് അവർ എത്തി നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ സ്ഥലത്ത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ ഫോളോ അപ്പും ചെയ്ത് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് റിക്രൂട്ട്മെന്റ് ഉണ്ടായി എല്ലാത്തിലും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും മുന്നിൽ കണ്ടു പോവാൻ സാറ് പറയും. ആ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും മുന്നിൽ തന്നെ കണ്ട് നമുക്ക് പോവാനും നമ്മൾ അവിടെ എത്തുകയും ചെയ്യുന്നു നമ്മുടെ സാർമാർ. അതായത് നമ്മൾ വളരണം എന്നാണ് നമ്മുടെ സാർമാർ വിചാരിക്കുന്നത്, നമ്മുടെ ലീഡർമാർ വിചാരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളവർ വിചാരിച്ചില്ലെങ്കിലും നമ്മൾ ഉയരത്തിലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്ന നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ഒപ്പം കൈ പിടിച്ചു പോകും. അതുപോലെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. കാരണം ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ എല്ലായിടത്തും കൊടുത്ത റിസൾട്ടുകളും കാര്യങ്ങളും, ഞങ്ങൾ വെൽഹാർട്ട് കൊടുത്ത് ഞങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി, സ്പൈറലിനെ കൊടുത്ത റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ചില പ്രൊഡക്റ്റുകൾ ചില ആൾക്കാർ അകത്തേക്ക് പ്രൊഡക്റ്റുകൾ കഴിക്കാണ്ട് പുറത്ത് മാത്രം ചാമ്പി ഞങ്ങൾക്ക് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ വർഷങ്ങളായിട്ട് മടങ്ങിയിരുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ കൈ നിവരില്ലായിരുന്നു. ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞ ചാമ്പി നോ വേദന ജെല്ലും കൂടി ഞാൻ കൊടുത്ത് അത് അപ്ലൈ ചെയ്ത് കൈ നിവർന്നു കഴിഞ്ഞപ്പോ ആ ആള് വേറൊരാളോട് പറഞ്ഞ, അതായത് നമ്മുടെ വാമൊഴി പരസ്യം എന്ന് തന്നെ പറയാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. പറഞ്ഞ് 5 പേരോളം ഞങ്ങളുടെ അടുത്തുനിന്ന് ചാമ്പി നോ വേദന ജെല്ലും അടുപ്പിച്ച് ഞങ്ങളുടെ അടുത്തുനിന്ന് മേടിച്ചു. അത് കൂടാണ്ട് അവർ അടുത്ത പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. വാമൊഴി പരസ്യം എന്ന് പറയുന്നത് തന്നെ കറക്റ്റ് ആണ്. അതുപോലെ ഞങ്ങളുടെ സാർ എപ്പോഴും പറയും, നമ്മുടെ കയ്യിൽ ടെക്നോളജി വളരുമ്പോൾ നമ്മളത് ഉപയോഗിക്കണം എന്ന് പറയും. ഞാനത് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ വാട്സപ്പിലിടുകയും ഫേസ്ബുക്കിലിടുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ 2-3 പേര് വിളിച്ചു ചോദിച്ചു, നിന്റെ വൈഫ് എന്താണ് ഇടണതെന്ന് ചോദിച്ചു. അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് ഞങ്ങളുടെ പ്രൊഡക്റ്റ് മേടിച്ചു. അവർ ആശ്വാസമൊക്കെയാണ് മേടിച്ച് അവർക്ക് ഇൻഹേലർ മാറ്റാൻ ഒരു അവസരം കിട്ടി. അപ്പൊ നമ്മൾ ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ സാറുമാര് പറയുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനും അത് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ വേണം നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ കൂടുതൽ ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിക്കാണ്ട് മറ്റൊരാളോട് നമുക്ക് റിസൾട്ട് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിച്ച് ആ റിസൾട്ട് മറ്റുള്ളവർ പറഞ്ഞു വാമൊഴി പരസ്യത്തിലൂടെ പറഞ്ഞ് നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടും. അതുപോലെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, എനിക്ക് ഇതിൽ വന്ന ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫോൺ മേടിച്ചത്. കാരണം എനിക്ക് ഹസ്ബൻഡിന്റെ പഴയ ഫോണായിരുന്നു. ഇതിൽ നിന്ന് കിട്ടിയ 12,500 എന്നുള്ളൊരു എമൗണ്ട്, ഫസ്റ്റ് കിട്ടിയ എമൗണ്ട് കൊണ്ടാണ് ഞാൻ ഇതിന്ന് എനിക്ക് ഫോൺ മേടിച്ചത്. അതുപോലെ തന്നെ TDS അത് എനിക്ക് നമുക്ക് ആ വർഷം തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പിയറൻസ് മാറ്റണം എന്ന് പറഞ്ഞു. 50ന്റെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിരുന്ന ഞാൻ 1000ന്റെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൽ വന്ന മാറ്റം കൊണ്ടാണ്. നമ്മൾ തന്നെ ചേഞ്ച് ആയി കഴിഞ്ഞപ്പോ നമ്മുടെ അപ്പിയറൻസ് മാറി കഴിയുമ്പോ മറ്റുള്ളവർ വിചാരിക്കും ഇവര് നല്ലൊരു രീതിയിലുള്ള മുമ്പോട്ട് കൊണ്ടുപോകണം, നമ്മുടെ കൂടെ അവർ നിൽക്കും, നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും, നമ്മൾ ഉയർച്ചയിലെത്തും. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു നീതു മാഡം. തീർച്ചയായിട്ടും അല്ലെ, സ്വന്തം കുട്ടിയുടെ റിസൾട്ടാണ്. ശരിക്കും വർഷങ്ങളോളം ഹോസ്പിറ്റലിൽ റൂം എടുത്ത് ചികിത്സിച്ചുകൊണ്ടിരുന്ന പ്രശ്നത്തിന് നമ്മുടെ പ്രൊഡക്റ്റിലൂടെ, നമ്മുടെ കവചപ്രാശ്
തീർച്ചയായിട്ടും അതിലൂടെ മാറ്റം വന്നു ഈ ഒരു മേഖലയിൽ അതിശക്തമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു അല്ലെ. എത്രമാത്രം കോൺഫിഡൻസ് ആണ്, അത്ഭുതങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന മനസ്സ് അല്ലെ ഓരോരുത്തരുടെയും.